നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കിടിലൻ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കറിൽ മിൽക്ക് മെയ്ഡൊന്നും ഒഴിക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമേ തന്നെ നമുക്ക് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ സേമിയ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ വച്ചിരുന്നാൽ അത് കരിഞ്ഞു പോവും. ഇനി ഒരു കുക്കർ എടുത്ത് ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ മൊത്തം 5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 5 കപ്പ് പാലിൽ നിന്ന് 3 കപ്പ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വച്ചിരുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ഏലക്ക എടുത്തിട്ടുണ്ട്. പൊടിയാൻ എളുപ്പത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ മീഡിയം മധുരമേ ഉണ്ടാവുകയുള്ളൂ പായസത്തിന്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ഇതടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്തിടുക. ശേഷം ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമേ ഇത് തുറന്ന് നോക്കാവുള്ളൂ. ഇപ്പം കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സേമിയ ഒന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഇളക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബാക്കി വച്ചിരുന്ന 2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പായസം നല്ല കുറുകി നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഒന്നും വേണ്ട, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തിടണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പം മുന്തിരിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ടുള്ളതുമായ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.